Hello, examiner family. അപ്പോൾ എൻ്റെ എല്ലാ +2 മക്കളുടെയും മെയിൻ ആയിട്ടുള്ള കുറേ പ്രശ്നമാണ് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു 5 ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ പഠനത്തിനെ പിന്നോട്ടേക്കാക്കുന്നത് അല്ലെങ്കിൽ നല്ലപോലെ പഠിക്കാൻ വേണ്ടി പറ്റാതിരിക്കാനുള്ള 5 ഡിസ്ട്രാക്ഷൻസിനെ പറ്റിയിട്ടാണ് മിസ് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ആ ഡിസ്ട്രാക്ഷൻസ് എങ്ങനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് എൻ്റെ മക്കൾക്ക് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ നമുക്ക് ഒരുപാട് പ്രഷറൈസ് ചെയ്യും ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ പ്രഷറൈസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കണം ഫുൾ A+ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിന്റെ ലൈഫ് നന്നാവത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പാരൻസ് നമ്മുടെ നല്ലതിന് വേണ്ടി പറയുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രെസ് കൂടാനുള്ള ചാൻസ് ഉണ്ടില്ല. അയ്യോ ഇനിയിപ്പോൾ എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നല്ല കോളേജ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമാവുമല്ലോ അവരെന്നോട് ഇത്രയും സപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് എത്തിയില്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് പോകും. ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്തായിരിക്കും ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട് വായ നമുക്ക് ഇന്ന് ക്ലാസ് കട്ട് ചെയ്തേക്കാം ആ ക്ലാസ് കട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കളിയാക്കൂല ഇവൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ പഠിപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചിലപ്പോൾ കളിയാക്കാം ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ടീച്ചേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും ചുമ്മാ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് ടീച്ചറിന്റെ അടുത്തേക്ക് എപ്പോഴും ടീച്ചറിന്റെ പെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ചിലപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഇതുപോലെ പ്രഷറൈസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അയ്യോ ഇവരൊക്കെ അങ്ങനെ പറയുന്നു അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഓക്കെ, ആദ്യം നിങ്ങൾക്കറിയാം എൻ്റെ മക്കൾക്കറിയാം നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് വേണം. അത് ഉറപ്പല്ലേ? ഒരു നല്ല ഗവൺമെന്റ് കോളേജ് അല്ലേ ഇനിയിപ്പോൾ നമ്മുടെ പാരൻസിന് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ നല്ലപോലെ പഠിച്ച് നല്ലപോലെ പഠിച്ച് നമ്മുടെ മാർക്കിന്റെ ഒരു ഇതിൽ നല്ല മെറിറ്റിൽ നമുക്കൊരു നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് പാരൻസിനെ പ്രൗഡ് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. അപ്പം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർ പറയുന്നവർ പറയും. നിങ്ങൾ ഒരിക്കൽ ആ ഒരു നിലയിൽ എത്തുന്ന സമയത്ത് ഇവർ തന്നെ മാറ്റി പറയും കണ്ടോ അവൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ഇന്ന് അവൻ ആ നിലയിൽ എത്തിയത് എന്ന് ഇവർ തന്നെ മാറ്റി പറയുന്ന അവസരങ്ങൾ വരും. അപ്പൊ അതുകൊണ്ടാണ് മിസ് പറയുന്നത് ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ കേൾക്കാം നിങ്ങൾക്ക് എവിടെ എത്തണം +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കോളേജിൽ എനിക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എന്തുണ്ടായിരിക്കും ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. ആ ആഗ്രഹം എത്രത്തോളം ട്രൂ ആണെന്നുള്ളത് നിങ്ങളുടെ വർക്കിലൂടെയാണ് കാണുക. നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിലൂടെയാണ് കാണുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് ചെയ്യാം. ബാക്കിയെല്ലാം വഴിയേ വന്നോളും. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇപ്പോൾ +1 എക്സാം ഒക്കെ കഴിഞ്ഞ് +2 വരുന്ന സമയത്ത് ഫുൾ ഓൺ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചിലപ്പം ആ ഫോൺ തുറന്നുകൊണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഗെയിമുകൾ ഇല്ലാത്ത സോഷ്യൽ മീഡിയ നമ്മൾ എല്ലായിടത്തും ഫുൾ ഓൺ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചിലപ്പോൾ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒക്കെ ചീത്തകളല്ലേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫോണിൽ കളി തന്നെയാണ് ഒന്ന് സ്കൂള് തുറന്നിരുന്നെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ അമ്മമാരും ഒക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഒരിക്കലും ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് മിസ് പറയില്ല അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഓവർ എന്തും ഓവർ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പം ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ട് അത് മാറും. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കണം എന്ന് നമ്മുടെ ബ്രെയിനിൽ അങ്ങ് രജിസ്റ്റർ ആയി പോകും. പിന്നെ നമുക്ക് ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ വീണ്ടും ആ ഒരു പഴയ ട്രാക്കിലേക്ക് വരാൻ ചിലപ്പോൾ പറ്റാതെ തന്നെ വരും. കാരണം എപ്പോഴും ഫോണിൽ കളിക്കാനുള്ള ഒരു ടെൻഡൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ഒഴിവാക്കുക. ഓക്കെ, ഒരു ലിമിറ്റഡ് സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിക്കുക. അതിന് ആ ഒരു ലിമിറ്റ് നിങ്ങൾ വെക്കണം. ഓക്കെ, ആ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അടുത്ത പ്രശ്നമാണ് നിങ്ങൾ പഠിക്കാനൊക്കെ ഇരുന്നു പഠിക്കാനൊക്കെ ഇരുന്നു പക്ഷെ കോൺസ്റ്റന്റ് നോട്ടിഫിക്കേഷൻസ് ആ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നോട്ടിഫിക്കേഷൻ, ഫേസ്ബുക്കിൽ നിന്ന് നോട്ടിഫിക്കേഷൻ, വാട്സാപ്പിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചാടും ഒന്ന് നോക്കിയാലോ
എന്തായിരിക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തായിരിക്കും ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ വെക്കാന്നൊക്കെ പിടിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫോൺ എടുക്കും. പക്ഷെ പിന്നീട് 1/2 മണിക്കൂർ 1 മണിക്കൂർ പോകുന്നത് അറിയില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ജസ്റ്റ് ഒന്ന് എന്താണെന്ന് നോക്കാൻ എടുത്തിട്ട് മണിക്കൂറുകളോളം നമ്മൾ ആ ഫോണിൽ തന്നെ ചിലവഴിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാം അല്ലെ, ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക, മ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ഫോണിനെ അങ്ങ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻസ് ഈ മുകളിൽ കൂടെ വരാതിരിക്കാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലേ, സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്സിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയാസിന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ മുകളിൽ കൂടെ വരാത്ത രീതിയിൽ മ്യൂട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പം ആ പുറത്തു കൂടെ ഇങ്ങനെ വരില്ല അല്ലെ. അപ്പൊ നമുക്ക് അത്രത്തോളം അതിലേക്ക് പോയിട്ട് എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറഞ്ഞു കിട്ടും. അപ്പൊ അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. ഇനി എല്ലാവരുടെയും മെയിൻ പ്രശ്നം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ് അല്ലെ. ഇപ്പം അല്ലെ പലരും നേരത്തെ ഉറങ്ങുന്ന സമയങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഉള്ള എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണ്. 1 മണി 2 മണി അല്ലെ, ഫോണിലൊക്കെ കളിച്ച് 3 മണിക്കും 4 മണിക്കും 5 മണിക്കും ഒക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ അതിനെ പെട്ടതാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആണ്. പുവർ നമ്മുടെ ആ ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് എപ്പോഴും നമുക്ക് നിർബന്ധമാണ് മക്കളെ. നമ്മൾ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആണ് അല്ലെ, നമുക്ക് എപ്പോഴും ഒരു 8 hours ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എല്ലാത്തിനെയും അതെന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നല്ല ഒരു 6 to 8 hours നമ്മൾ എന്തായാലും നല്ലപോലെ ഉറങ്ങിയിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ആ ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ആ നേരത്തെ തന്നെ ഉറങ്ങുന്ന ആ ഒരു ഹാബിറ്റ് കൊണ്ടുവരിക. ഒരു 8 മണിക്കൂറോളം നിങ്ങൾ സമാധാനപരമായിട്ട് ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ശ്രമിക്കാം. പിന്നെ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളൊരു നോയ്സി ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ട് പഠിക്കാതിരിക്കുക അല്ലെ. വീട്ടിൽ ചിലപ്പോൾ TV അമ്മമാര് സീരിയൽ ഇടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ഓൺ നോയ്സ് ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്ന് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഫുൾ ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. അവിടെ ഇത് നടക്കുന്നു, ഇപ്പുറത്ത് നടക്കുന്നു എന്നുള്ള നമ്മളുടെ ശ്രദ്ധ പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോയ്സി ആയിട്ടുള്ള ഒരു ഏരിയയിൽ പഠിക്കാതെ നല്ല കാമായിട്ടുള്ള, ഇനിയിപ്പോൾ നിങ്ങളുടെ റൂമായിരിക്കാം അല്ലെങ്കിൽ ലൈബ്രറി ആയിരിക്കാം, എവിടെയാണോ നിങ്ങൾക്ക് കാമായിട്ട് സ്വസ്ഥമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്, ക്ലിയർ ആയിട്ട് വലിയ നോയ്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലേസ് നിങ്ങൾ തന്നെ കണ്ടെടുക്കുക. അവിടെ പോയിട്ട് നിങ്ങൾ ഇരുന്ന് സമാധാനപരമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും. നല്ലൊരു മാറ്റം നിങ്ങളുടെ മാർക്സിലാണെങ്കിലും സ്റ്റഡി ഹാബിറ്റിലാണെങ്കിലും വരുന്നതായിരിക്കും. അപ്പം ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇതിന്റെ മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ എൻ്റെ മക്കൾ പഠിക്കുക. ഈ ഒരു +2 നല്ല പോലെ തന്നെ ഈ ഹാബിറ്റ്സ് ഒക്കെ മാറ്റിയിട്ട് അടിപൊളിയായിട്ട് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ, നമുക്ക് ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ വേണ്ടി പറ്റട്ടെ എന്ന് മിസ് എന്ത് ചെയ്യുന്നു, ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.